ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് മൂവീസ് ഓഫ് 2023 എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പായിരുന്നു. കാരണം 2023 വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് 12th ഫെയിൽ, എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ജെം. ഒരു ബയോപിക് ആണ് ഈ ഒരു സിനിമ. എല്ലാവരും കണ്ടിരിക്കണം, ഒരിക്കലും മിസ് ചെയ്യരുത്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ബിസിയാണ്, ഒരുപാട് പരിപാടീസ് ഒക്കെ ഉണ്ട്. പക്ഷേ 2.5 മണിക്കൂർ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് പോയി കാണുവാണെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് വിൽ ഗിവ് യു ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. 12th ഫെയിൽ ആയ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് IPS ഓഫീസർ ആയെന്നാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്ന IPS ഓഫീസറിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ്. ഒരു ലീനിയർ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്കറിയാം അറ്റ് ദ എൻഡ് IPS ഓഫീസർ ആവുന്നുള്ള കാര്യം. പക്ഷെ എന്നാൽ ആ ഒരു ജേണി ഉണ്ടല്ലോ, ആ ഒരു 12th ഫെയിൽ ആയ ഒരാൾ അവിടെ നിന്ന് ആ ഒരു IPS ഓഫീസറിലോട്ടുള്ള ജേണി അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ അതിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ഓവർകം ചെയ്യുന്നതും അയാളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും ഫാമിലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നൈസായിട്ട് തന്നെ സിനിമയെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന സീക്വൻസ് ആയാലും സീൻസ് ആയാലും ഡയലോഗ്സ് ആയാലും സിറ്റുവേഷൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന എന്ത് പ്രോബ്ലം ആയാലും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്ത കാര്യമായിരിക്കും. അത് എല്ലാവരെയും കൊണ്ടും, സിനിമാ ലവേഴ്സിന് മാത്രമല്ല, ഈ ഒരു സിനിമ കാണുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അതുതന്നെ ഈ മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. ഇമോഷണലി ആയാലും അല്ലെങ്കിൽ സ്റ്റോറി വൈസ് ആയാലും നല്ല രീതിക്ക് തന്നെ ഈ സിനിമയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ എൻഡിലൊക്കെ എത്തിയപ്പോൾ ഞാൻ കരഞ്ഞു. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം ഈ ഒരു സിനിമയുടെ എൻഡ് ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. എന്നാലും ആ ഒരു ജേണി അല്ലെങ്കിൽ അയാൾ ഓവർകം ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ നമ്മളെ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു പോകും. സത്യം പറഞ്ഞു ഈ ഒരു മൂവിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ എല്ലാം പറയാം. ഈ ഒരു മൂവിയുടെ ഡയറക്ഷൻ ആയാലും കാസ്റ്റ് ആയാലും ആ ഒരു സ്ക്രീൻ പ്ലേ ആയാലും മ്യൂസിക് ആയാലും എക്സിക്യൂഷൻ ആയാലും എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്ന വിനോദ് ചോപ്രയാണ്. വളരെ അടിപൊളിയായിട്ടാണ് ഓരോ സീക്വൻസ് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിയൽ ലൈഫിൽ നടന്ന കാര്യം കാണുന്ന ഓഡിയൻസിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെ അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് മൂപ്പർക്ക് അറിയാം. പിന്നീട് വരുന്ന കാസ്റ്റ് ആണ്. ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന മനോജ് കുമാറും ശ്രദ്ധ ജോഷിയും. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ചെയ്തിരിക്കുന്നത് വിക്രാന്തും മേധാ ശങ്കറുമാണ്. രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഇവർ തമ്മിലുള്ള കെമിസ്ട്രീസും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇവർ ഓവർകം ചെയ്യുന്നതും ഇവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് ജേർണി ഇവർ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ഈ ക്യാരക്ടർ വഴി നരേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും കരിയർ ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരാളെ നമുക്ക് ജസ്റ്റ് കൊണ്ട് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി പെർഫോമൻസ് ആണ് ഈ രണ്ടുപേരും ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നീടുള്ള സ്ക്രീൻ പ്ലേ, ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ വന്നു പോകുന്ന എന്തായാലും പോലും ചെറിയൊരു ഡയലോഗ് ആണെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൽ അങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സിറ്റുവേഷൻ കടന്നു പോയിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിനിമയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിൽക്കുക. ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ കാണിക്കുന്ന ഓരോ സീക്വൻസും ഇത്ര ഡീറ്റെയിൽ ഉള്ളതാണ്. അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസോ ഡയലോഗ്സോ ആയതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എടുത്തു പറയുന്നുണ്ട്, ഒരാൾ പോലും ഈ സിനിമ കാണാതിരിക്കരുത്. എല്ലാവരും കണ്ടുപോകണം, മസ്റ്റായിട്ട് കണ്ടിരിക്കണം. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2023 അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കിടില മൂവിയാണ്. ട്രസ്റ്റ് മീ ഗൈസ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം അധികം തിയേറ്റേഴ്സിലൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നല്ല സിനിമ ഇങ്ങനെ അധികം തിയേറ്റേഴ്സിലും വരത്തില്ല. ഏതെങ്കിലും 2-3 അതും ഔട്ടർ സിറ്റിയിലോ ഏതെങ്കിലും കാട്ടിലുള്ള തിയേറ്ററിലേക്കും കൊണ്ടിടുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മൂവി ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ്. ഹിന്ദി മാത്രമേ ഉള്ളൂ. മൂവി ഇപ്പോൾ ഭയങ്കര റീച്ച് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡബ് വെർഷൻസ് ഒക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ എല്ലാവരും തീർച്ചയായിട്ടും മൂവി കണ്ടുവെക്കുക. ഓൾറെഡി 12th ഫെയിൽ എന്ന മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.